ബിന്ദുവിന്റെ റോളിൽ എന്താ പറയുക, കൊള്ളാം. സൂപ്പർ പടമായിരുന്നു, നല്ല ത്രില്ലിംഗ് പടമായിരുന്നു. ഐശ്വര്യ റായ് അല്ലേ, റായ് ലക്ഷ്മി പ്രഡിക്റ്റബിൾ ആണ് എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു വൺ ഡേ വാച്ച്. അങ്ങനെ റായ് ലക്ഷ്മി നമ്മുടെ ബാബുവാനെ ഒന്നിക്കുന്ന DNA എന്ന് റിലീസാണ്. അപ്പോൾ സിനിമയിലുണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. കുളമനെ നല്ല അടിപൊളി സിനിമയായിരുന്നു. നല്ല ക്രൈം ത്രില്ലറായിട്ടുള്ള നല്ല ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിരുന്നു. മനസ്സിന് നല്ല സന്തോഷം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ശിക്ഷ കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല മൂവിയായിരുന്നു. കൊള്ളായിരുന്നു ബ്രോ, ത്രില്ലറാണ്. റായ് ലക്ഷ്മി അവരൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല നല്ല കാര്യങ്ങളായിരുന്നു. നല്ല സിനിമ, നല്ല സിനിമ. ആക്ടിങ്ങിലൊക്കെ ആരാണ് എടുത്ത് പറയാൻ വേണ്ടിയുള്ളത്? എല്ലാവരും നല്ല അഭിനയമായിരുന്നു. പ്രേക്ഷകർ അടിച്ചു കയറി വരും തിയേറ്ററിലേക്ക്. വരും. നല്ല ചിത്രം, നല്ല ചിത്രം. എന്ത് ജോൺറ പടം അത് പറയാൻ പറ്റുമോ? അത് പറയണ്ടത് സിനിമ കാണട്ടെ, നല്ലൊരു സിനിമ, എല്ലാവരും വന്ന് കണ്ടോളൂ. ബിന്ദുവിന്റെ റോളിൽ അല്ല, സ്ക്രീൻ സ്പേസ് കൂടുതലുള്ളത് ആർക്കും അങ്ങനെ എന്തെങ്കിലും ബാബുവാണിയുടെ എല്ലാവർക്കും നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. നല്ല സിനിമ. പടം കൊള്ളാം, കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ നല്ല മേക്കിംഗ് ആണ്. ഇപ്പോൾ ഡയറക്ഷൻ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരാൾ നല്ല രീതിയിൽ തന്നെയാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നായകന് അത്ര വലിയ പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും തോന്നിയിരിക്കുന്നത് മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഐശ്വര്യ റായ് അല്ലേ, റായ് ലക്ഷ്മി, തിരിച്ചുപോയി, സോറി, കട്ടിയാണ് കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ തലവൻ എന്നുള്ള രീതിയിൽ അവരാണ് കൂടുതൽ ഇതിനകത്തുള്ളത്. അപ്പം നായകന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കില്ല. എന്നാലും നായകൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ പുള്ളിയുടെ ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. ബ്രോ പടം കൊള്ളാം, ഒരു ക്രൈം ത്രില്ലറായിരുന്നു. പ്രഡിക്റ്റബിൾ ആണ് എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു വൺ ഡേ വാച്ചബിളായിട്ട് കാണാം. സ്റ്റൺസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കൊള്ളാം. സൂപ്പർ പടമായിരുന്നു, നല്ല ത്രില്ലിംഗ് പടമായിരുന്നു. എന്താ പറയുക, സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേയേറെ കാര്യങ്ങൾ. ഏത് എല്ലാവരും പൊളിയാണ്. ബാബു ആൻ്റണി പൊളിയായിരുന്നു. ബാബു ആൻ്റണിക്കൊക്കെ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ആ റോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി റോയിയുടെ ആ ഒരു IPS റോളും റിയാസ് ഖാൻ്റെ ഒരു എല്ലാം കൊള്ളാം, അടിപൊളിയായിരുന്നു. ആക്ഷനൊക്കെ ഉണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം കൊള്ളാം, സൂപ്പറാണ്.